എല്ലാവർക്കും നമസ്കാരം. ഈ രാജ്യത്തെ പൗരൻ എന്ന നിലയിൽ നമുക്കെല്ലാം ഭരണഘടനയെപ്പറ്റി ഒരു സാമാന്യ അവബോധം വേണം. ഭരണഘടനയിലെ ഒരു പ്രധാനപ്പെട്ട വകുപ്പാണ് ഏകീകൃത സിവിൽ കോഡ്. ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന BJP 2019 അവരുടെ മാനിഫെസ്റ്റോയിൽ ഒരു ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കണം എന്നുള്ള ലക്ഷ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെപ്പറ്റി ഒരു രാഷ്ട്രീയ അവബോധം വേണം. ഈ വിഷയത്തെപ്പറ്റി കേരള യുക്തിവാദി സംഘത്തിൻ്റെ മുൻ പ്രസിഡൻ്റായിരുന്ന കേരള ഹൈക്കോടതിയിലെ പ്രമുഖ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ശ്രീ KN അനിൽകുമാർ കഴിഞ്ഞ മാസം ജൂൺ 19 എറണാകുളത്ത് വെച്ച് ഒരു പ്രഭാഷണം നടത്തിയിരുന്നു. വളരെ ലളിതമായ ഭാഷയിൽ എന്താണ് ഏകീകൃത സിവിൽ കോഡ്, എന്തുകൊണ്ടത് വേണം എന്നതിനെപ്പറ്റി അദ്ദേഹം ഒരു പ്രഭാഷണം നടത്തി. അത് ഈ ചാനൽ 13.8 അവൈലബിൾ ആണ്. നിങ്ങൾ ആരെങ്കിലും അത് കണ്ടിട്ടില്ലെങ്കിൽ അത് കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ആ വിഷയം അതിലും മനോഹരമായിട്ട് ആർക്കും പറഞ്ഞു തരാൻ കഴിയില്ല. ഞാനിപ്പോൾ ഈ വിഷയത്തിൻ്റെ വേറൊരു ഭാഗമാണ് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതായത് ഇതിൻ്റെ ഹിസ്റ്ററി, എങ്ങനെയാണ് ഏകീകൃത സിവിൽ കോഡ് ഭരണഘടനയിൽ സ്ഥാനം പിടിച്ചത്. അന്ന് സഭയിലെ ചില അംഗങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു പേടി ഉണ്ടായിരുന്നു. അവരത് പറഞ്ഞു. എന്താണ് അവർ പറഞ്ഞത്? ഡോക്ടർ അംബേദ്കർ അവർക്ക് എങ്ങനെയാണ് മറുപടി കൊടുക്കുന്നത്? കാരണം നമ്മളിത് ഡിസ്കസ് ചെയ്യുമ്പോൾ ഡോക്ടർ അംബേദ്കർ പറഞ്ഞതുകൊണ്ട് ചെയ്യണം, നടപ്പാക്കണം എന്നല്ല നമ്മുടെ വാദം. അന്നുണ്ടായിരുന്ന പല ഭീതികളും എങ്ങനെയാണ് ഡോക്ടർ അംബേദ്കർ പറഞ്ഞ് മനസ്സിലാക്കി. അതിനെപ്പറ്റി അദ്ദേഹം യൂണിഫോം സിവിൽ കോഡ് വേണം എന്ന അഭിപ്രായക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആശയം എന്തായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇപ്പോൾ ചുരുക്കം ചിലരെങ്കിലും യൂണിഫോം സിവിൽ കോഡിന് എതിരായിട്ടുള്ള ഒരു രീതിയിലുള്ള പ്രചാരണങ്ങൾ നടത്തുന്നു. ചിലരൊക്കെ ഇതൊരു യുക്തിവാദ അന്ധവിശ്വാസമാണെന്നുള്ള നിലയിലൊക്കെ വീഡിയോ ഒക്കെ പ്രക്ഷേപണം ചെയ്യുകയൊക്കെ ചെയ്തു. അവർ ഡോക്ടർ അംബേദ്കർ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ ചില ഭാഗങ്ങൾ എടുത്തിട്ട്, അദ്ദേഹത്തിൻ്റെ സ്പീച്ചിലെ ചില ഭാഗങ്ങൾ മാത്രം എടുത്ത് അത് പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ച് ഒരു പൊതുജനങ്ങളുടെ ഇടയിൽ ഒരു ഭീതി ഉണ്ടാകുന്ന രീതിയിലൊക്കെയുള്ള പ്രസംഗങ്ങളൊക്കെ നടത്തുന്നത് കണ്ടു. അപ്പോൾ നമ്മുടെ ഒരു ഡ്യൂട്ടിയാണ് അംബേദ്കർ പറഞ്ഞ ആ ഒരു പ്രഭാഷണമെങ്കിലും അതിൻ്റെ മുഴുവൻ അർത്ഥത്തിൽ മനസ്സിലാക്കുക. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു അദ്ദേഹം. ആ ഭരണഘടന നിർമ്മാണ സഭയിലെ ബാക്കി അംഗങ്ങൾ പറഞ്ഞതിനുള്ള മറുപടിയായിട്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ആ ഒരു ഭാഗം മാത്രമാണ് ഞാൻ ഇന്ന് ഈ ഹ്രസ്വമായിട്ടുള്ള പ്രഭാഷണത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഭരണഘടനയിൽ ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറഞ്ഞ പാർട്ട് 3 ആണ്. അത് കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഒരാൾക്ക് എൻഫോഴ്സ് ചെയ്യാം. ഫണ്ടമെൻ്റൽ റൈറ്റ് എൻ്റെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് പറഞ്ഞാൽ കോടതി പൗരന് അനുകൂലമായിട്ടുള്ള ഓർഡർ കൊടുക്കാറുണ്ട്. പക്ഷെ അതുപോലെ എൻഫോഴ്സ് ചെയ്യാൻ പറ്റിയ ഒരു റൈറ്റ് അല്ല യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത്. പാർട്ട് 4 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന ഹെഡിങ്ങിൻ്റെ കീഴിലാണ് വന്നിരിക്കുന്നത്. അതായത് മലയാളത്തിൽ നിർദ്ദേശക തത്വങ്ങൾ എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഭരണം നടത്തിക്കൊണ്ടു പോകുന്നതിൽ ഈ നിർദ്ദേശക തത്വങ്ങൾക്കകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റുകൾ മനസ്സിൽ വെക്കണം എന്നാണ് ഭരണഘടന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് സുപ്രീം കോടതിയിലൊക്കെ നിയമങ്ങൾ ചാലഞ്ച് ചെയ്യപ്പെടുമ്പോൾ ഏതെങ്കിലും ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിനെ ഫർദർ ചെയ്യുക, അതായത് സോഷ്യൽ ജസ്റ്റിസ്, എക്കണോമിക് ജസ്റ്റിസ്, ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിനകത്ത് വരുന്നുണ്ട്. അങ്ങനെയുള്ള മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള നിയമങ്ങളാണെങ്കിൽ കോടതി അത് അപ്ഹോൾഡ് ചെയ്യാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തെറ്റിദ്ധാരണാജനകമായ ചില വീഡിയോസിൽ ചിലരൊക്കെ പറയുന്നത് ഭരണഘടന തിരുത്താതെ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാൻ കഴിയില്ല, ആർട്ടിക്കിൾ 14 വയലേഷൻ ആകുമെന്നൊക്കെയാണ് പറയുന്നത്. ആർട്ടിക്കിൾ 14 ഒരു ഫണ്ടമെൻ്റൽ റൈറ്റാണ്. അത് റൈറ്റ് ടു ഇക്വാലിറ്റി ബിഫോർ ലോ, എല്ലാവരും നിയമത്തിൻ്റെ മുമ്പിൽ തുല്യരാണെന്നാണ് പറയുന്നത്. ആ ഒരു പ്രൊവിഷൻ ഭരണഘടനയിൽ എഴുതി ചേർത്ത അതേ നിർമ്മാണ സഭ തന്നെയാണ് ആർട്ടിക്കിൾ 44 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി ആയിട്ട് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് അതിൽ തമ്മിൽ യാതൊരു ചേർച്ചക്കുറവുമില്ല. കോടതികളിൽ ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ ഹാർമോണിയസ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയും. രണ്ട് പ്രൊവിഷനും പൂർണ്ണമായിട്ട് അർത്ഥം കൊടുത്തുകൊണ്ടുള്ള ഇൻ്റർപ്രിട്ടേഷനാണ് കോടതികൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, യൂണിഫോം സിവിൽ കോഡ് കോടതിയിൽ വന്നു കഴിഞ്ഞാൽ അപ്ഹോൾഡ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതിനെപ്പറ്റി ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള
ഭയം ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് അതിനെപ്പറ്റി നമ്മൾ മുൻകൂട്ടി കാണേണ്ടത്? ഗവൺമെൻറ് ഒരു യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരികയാണെങ്കിൽ എന്തൊക്കെയായിരിക്കണം നമ്മൾ അതിനകത്ത് പോസിറ്റീവായിട്ടോ അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും നെഗറ്റീവായിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ നമ്മൾ എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്? അതിനൊരു ഇൻട്രഡക്ഷനാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്കതിൻ്റെ ചരിത്രത്തിലേക്ക് വരാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരാൻ തീരുമാനിച്ച സമയത്ത് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വേണം എന്ന് ക്യാബിനറ്റ് മിഷൻ പ്ലാനിൽ വന്ന തീരുമാനം അനുസരിച്ച് 1946 മെയ് 16 ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപകൽപ്പന ചെയ്തത്. ആരായിരുന്നു അതിലെ മെമ്പേഴ്സ്? അവർ ഇന്ത്യക്കാരായിരുന്നു. പ്രൊവിൻഷ്യൽ അസംബ്ലികളുണ്ട്, അവിടെ നിന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ വഴി തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പേഴ്സായിരുന്നു. പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അവരാണ് ഭരണഘടന രൂപീകരിക്കാനായി പാർലമെൻറ്റ് അസംബ്ലി ചെയ്യുന്ന സഭയ്ക്കാണ് ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറയുന്നത്. അവരായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ നമുക്കെല്ലാവർക്കും അറിയാം, ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ഈ സഭയിൽ കാര്യങ്ങൾ ഓരോ പ്രൊവിഷൻസും ചർച്ചയ്ക്ക് വരുമ്പോൾ സബ് കമ്മിറ്റിക്ക് അയക്കുമായിരുന്നു. ഇപ്പോൾ പാർലമെൻറ്റിൽ അയക്കാറുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ ഫണ്ടമെൻ്റൽ റൈറ്റ് ചർച്ച ചെയ്യാനായിട്ട് സബ് കമ്മിറ്റിയിൽ വിട്ടപ്പോൾ അതിൽ യൂണിഫോം സിവിൽ കോഡ് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ട് വേണം എന്നൊരു പ്രപ്പോസൽ വന്നിരുന്നു. അത് മിനു മസാനി എന്ന് പറയുന്ന മെമ്പറാണ് അത് കൊണ്ടുവന്നത്. പക്ഷേ അത് ഒരു ചെറിയ 5:4 മജോറിറ്റിക്ക് അത് തള്ളപ്പെട്ടു. അപ്പോൾ മെമ്പേഴ്സിൻ്റെ പൊതുവായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഫണ്ടമെൻ്റൽ റൈറ്റ്, അതായത് മൗലികാവകാശങ്ങൾ രണ്ടായിട്ട് തിരിക്കണം. ജസ്റ്റീഷ്യബിൾ, നോൺ ജസ്റ്റീഷ്യബിൾ. ജസ്റ്റീഷ്യബിൾ എന്ന് പറഞ്ഞാൽ കോടതി പോയിട്ട് നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന, പൗരന്മാർക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന റൈറ്റ്സ്, ചിലത് നോൺ ജസ്റ്റീഷ്യബിൾ ആയിട്ടുള്ള. അപ്പോൾ ഈ യൂണിഫോം സിവിൽ കോഡ് നോൺ ജസ്റ്റീഷ്യബിൾ ആക്കണം എന്നാണ് സബ് കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തത്. അപ്പോൾ 3 മെമ്പേഴ്സ്, മിനു മസാനി, പിന്നെ 2 ലേഡി മെമ്പേഴ്സ് ഹൻസ മേത്ത, അമൃത് കൗർ, അവർ ഒരു ഡിസെൻഡിങ് നോട്ട് അയച്ചു. അത് വളരെ പ്രധാനമാണ്, ഞാൻ വായിക്കാം. വൺ ഓഫ് ദ ഫാക്ടേഴ്സ് ദാറ്റ് ഹാസ് കെപ്റ്റ് ഇന്ത്യ ബാക്ക് ഫ്രം അഡ്വാൻസിങ് ഇൻ ടു നേഷൻഹുഡ് ഹാസ് ബീൻ ദി എക്സിസ്റ്റൻസ് ഓഫ് പേഴ്സണൽ ലോസ് based on religion which keep the nation divided into watertight compartments in many aspects of life. We are of the view that a uniform civil code should be guaranteed to the Indian people within a period of 5 to 10 years. അപ്പോൾ ഈ ഡിസെൻറ്റ് നോട്ടോട് കൂടിയാണ് സഭയിലേക്ക്, ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് ഈ പ്രൊവിഷൻ വരുന്നത്. സഭയിൽ യൂണിഫോം സിവിൽ കോഡ് ചർച്ചയ്ക്കെടുക്കുന്നത് 1948 നവംബർ 23 ഇപ്പോൾ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 44 യൂണിഫോം സിവിൽ കോഡ്. ഒരു ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കിയിരുന്നു. അതിൽ ആർട്ടിക്കിൾ 35 ഇതെല്ലാം നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഡിബേറ്റ്സ്. അത് പല ബുക്സായിട്ട് പാർലമെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇൻ്റർനെറ്റിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ഞാൻ ഈ വീഡിയോയുടെ അവസാനം അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാം. പിന്നെ ബാക്കി ഡിബേറ്റ്സുകൾ, അതിൻ്റെ സബ് കമ്മിറ്റി റിപ്പോർട്ടും കാര്യങ്ങളുമൊക്കെ ദ ഫ്രെയിമിംഗ് ഓഫ് ഇന്ത്യാസ് കോൺസ്റ്റിറ്റ്യൂഷൻ സെലക്ട് ഡോക്യുമെൻറ്റ്സ്, എഡിറ്റർ B ശിവറാവ്, ഇത് ഒരു 6 വോള്യം ഉണ്ട്. ഇതും ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. ഞാനിതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിലവൻ്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ്, ചർച്ചയിൽ നടന്ന പ്രധാനപ്പെട്ട കൺസേൺസ് പറഞ്ഞു പോകാം. അംബേദ്കർ പറഞ്ഞ കാര്യങ്ങൾ കഴിവതും പൂർണ്ണമായിട്ടും പറയാൻ ശ്രമിക്കാം. നവംബർ 23 1948 ആർട്ടിക്കിൾ 35 ഡിസ്കഷൻ എടുക്കുകയാണ്. അത് നമുക്ക് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഡിബേറ്റ്സിൽ വോള്യം 7, ഈ ഹാർഡ് ബുക്ക് ആണെങ്കിൽ ബുക്ക് നമ്പർ 2 കിട്ടും. ആർട്ടിക്കിൾ 35 വായിക്കുന്നത് ഇങ്ങനെയാണത് എഴുതിയിരുന്നത്: ദ സ്റ്റേറ്റ് ഷാൽ എൻഡവർ ടു സെക്യൂർ ഫോർ ദ സിറ്റിസൺസ് എ യൂണിഫോം സിവിൽ കോഡ് ത്രൂ ഔട്ട് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഇതിൽ പ്രധാനമായിട്ട് ഇതിനെതിരെ ശബ്ദമുയർത്തിയ മെമ്പേഴ്സ് മിസ്റ്റർ മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, മിസ്റ്റർ നസറുദ്ദീൻ അഹമ്മദ്, മിസ്റ്റർ മഹബൂബ് അലി ബേഗ് സാഹിബ് ബഹാദൂർ, മിസ്റ്റർ B പോക്കർ സാഹിബ് ബഹാദൂർ, മിസ്റ്റർ ഹുസൈൻ ഇമാമ എന്നിവരാണ്. അവർ ഓരോരുത്തരും പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഹ്രസ്വമായിട്ട് പറയാം. ആദ്യം മിസ്റ്റർ മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഒരു അമെൻമെൻറ്റ് പ്രപ്പോസ് ചെയ്തു. ഈ ആർട്ടിക്കിൾ 35 ഇപ്പോഴുള്ള പ്രൊവിഷൻ, അതായത്
സ്റ്റേറ്റ് ഒരു യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാൻ ശ്രമിക്കും എന്ന് പറയുന്നതിൻ്റെ താഴെ ഇങ്ങനെ ആഡ് ചെയ്യണമെന്നാണ് അദ്ദേഹം സജസ്റ്റ് ചെയ്തത്. പ്രൊവൈഡഡ് ദാറ്റ് എനി ഗ്രൂപ്പ്, സെക്ഷൻ ഓർ കമ്മ്യൂണിറ്റി ഓഫ് പീപ്പിൾ ഷാൽ നോട്ട് ബി ഒബ്ലൈസ്ഡ് ടു ഗിവ് അപ്പ് ഇറ്റ്സ് ഓൺ പേഴ്സണൽ ലോ ഇൻ കേസ് ഇറ്റ് ഹാസ് സച്ച് എ ലോ. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിന് അവരുടേതായിട്ടുള്ള ഒരു പേഴ്സണൽ ലോ ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കേണ്ട കാര്യമില്ല എന്നാണ് അദ്ദേഹം പ്രപ്പോസ് ചെയ്തത്. അതിന് അദ്ദേഹം പറയുന്ന കാര്യം, the right of a group or a community of people to follow and adhere to its own personal law is among the fundamental rights, and that the right to follow personal law is part of the way of life of those people who are following such laws. It is part of their religion and part of their culture. അതായത് മതത്തിൻ്റെ ഭാഗമായിട്ട് ആരെങ്കിലും അവരുടെ മതത്തിൽ പറയുന്ന നിയമങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കത് ഫോളോ ചെയ്യാനുള്ള അവകാശം കൊടുക്കണം. കാരണം മത സ്വാതന്ത്ര്യം ഒരു ഫണ്ടമെൻ്റൽ റൈറ്റായിട്ട് ഈ ഭരണഘടന ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ടല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. വേറൊരു മെമ്പർ മിസ്റ്റർ നസറുദ്ദീൻ അഹമ്മദ് വേറൊരു അമെൻമെൻ്റാണ് കൊണ്ടുവന്നത്. അദ്ദേഹം പറഞ്ഞത്, പ്രൊവൈഡഡ് ദാറ്റ് ദ പേഴ്സണൽ ലോ ഓഫ് എനി കമ്മ്യൂണിറ്റി വിച്ച് ഹാസ് ബീൻ ഗ്യാരണ്ടീഡ് ബൈ ദ സ്റ്റേറ്റ് ഷാൽ നോട്ട് ബി ചേഞ്ച്ഡ് എക്സെപ്റ്റ് വിത്ത് ദ പ്രീവിയസ് അപ്രൂവൽ ഓഫ് ദ കമ്മ്യൂണിറ്റി അസർട്ടൈൻഡ് ഇൻ സച്ച് മാനർ ആസ് ദ യൂണിയൻ ലെജിസ്ലേച്ചർ മേ ഡിറ്റർമിൻ ബൈ ലോ. അതായത് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവന്നോളൂ, പക്ഷേ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിക്ക് അവരുടെ പേഴ്സണൽ നിയമങ്ങൾ, അവരുടേതായിട്ടുള്ള മത നിയമങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് മാറ്റണമെങ്കിൽ അവരുടെ കൺസെൻറ്റ് വേണം എന്ന അമെൻമെൻറ്റ്. ഈ അമെൻമെൻറ്റ് കൂടെ ഭരണഘടനയിൽ വന്നിരുന്നെങ്കിൽ ഈ കൺസെൻറ്റ് ഇല്ലാതെ യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കാൻ പറ്റില്ല എന്നൊരവസ്ഥ വന്നിന്. ഇതാണ് അദ്ദേഹം കൊണ്ടുവന്ന അമെൻമെൻറ്റ്, നസറുദ്ദീൻ അഹമ്മദ്. അതിനുശേഷം അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട്, ഐ ഹാവ് നോ ഡൗട്ട് ദാറ്റ് എ സ്റ്റേജ് വുഡ് കം വെൻ ദ സിവിൽ ലോ വുഡ് ബിക്കം യൂണിഫോം will be uniform, but then that time has not yet come. അതിനുള്ള സമയമായിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി മൂന്നാമതൊരു മെമ്പർ മിസ്റ്റർ മഹബൂബ് അലി ബേഗ് സാഹിബ് ബഹാദൂർ വേറൊരു അമെൻമെൻറ്റ് കൊണ്ടുവന്നു. അദ്ദേഹം ഇത് തന്നെയാണ് പറയുന്നത്, പ്രൊവൈഡഡ് ദാറ്റ് നത്തിങ് ഇൻ ദിസ് ആർട്ടിക്കിൾ ഷാൽ അഫക്റ്റ് ദ പേഴ്സണൽ ലോ ഓഫ് ദ സിറ്റിസൺ. ആരുടെയെങ്കിലും പേഴ്സണൽ ലോ ഉണ്ടെങ്കിൽ അതിനെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല. അതിന് അദ്ദേഹം കുറച്ചുകൂടെ എലാബറേറ്റ് ചെയ്യുന്നുണ്ട്. Sir, if for any reason the framers of this article have got in their minds that personal law of the citizen is also covered by the expression civil code, I wish to submit that they are overlooking the very important fact of the personal law being so much dear and near to certain religious communities. ചില മതങ്ങളിൽപ്പെട്ടവർക്ക് പേഴ്സണൽ ലോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ സിവിൽ കോഡിനകത്ത് നിങ്ങൾ പേഴ്സണൽ ലോ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? As far as Muslims are concerned, their laws of succession, inheritance, marriage and divorce are completely dependent on their religion. അവരുടെ മതം അനുശാസിക്കുന്നതനുസരിച്ചാണ് മുസ്ലിങ്ങൾക്ക് സക്സഷൻ, സ്വത്ത് ഇൻഹെറിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്, ഇൻഹെറിറ്റൻസ്, മാരേജ്, ഡൈവോഴ്സ് എല്ലാം അവരുടെ മതത്തിൽ അനുശാസിക്കുന്ന നിയമം അനുസരിച്ചാണ് പോകേണ്ടത്. ഇൻ എ സെക്യുലർ സ്റ്റേറ്റ്, citizens belonging to different communities must have the freedom to practice their own religion, observe their own life, and their personal laws should be applied to them. സെക്യുലർ സ്റ്റേറ്റ് ആണെങ്കിൽ എല്ലാവർക്കും അവരുടെ മതനിയമങ്ങൾ പാലിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടി വേണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അടുത്തത് മിസ്റ്റർ ഹുസൈൻ ഇമാം. അദ്ദേഹം പറയുന്നത്, ഇൻ എ കൺട്രി സോ ഡൈവേഴ്സ് ഈസ് ഇറ്റ് പോസിബിൾ ടു ഹാവ് എ യൂണിഫോമിറ്റി ഓഫ് സിവിൽ ലോ? സെക്യുലർ സ്റ്റേറ്റ് ഡസ് നോട്ട് മീൻ that it is anti-religious state. It means that it is not irreligious but non-religious, and as such there is a world of difference between irreligious and non-religious. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, I have every hope that the ingenuity of Dr. Ambedkar will be able to find a solution to this. ഡോക്ടർ അംബേദ്കർ ഇതിന് ഒരു പരിഹാരം കണ്ടെത്തുമെന്നാണ് എൻ്റെ വിശ്വാസം എന്ന് അദ്ദേഹം പറയുന്നു. ഡോക്ടർ അംബേദ്കറെ എല്ലാവരും ട്രസ്റ്റ് ചെയ്തിരുന്നു. കാരണം ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ 7 മെമ്പേഴ്സ് പ്രധാനങ്ങളായിട്ടുണ്ടായിരുന്നെങ്കിലും അതിൽ അൾട്ടിമേറ്റ്ലി ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഒരാൾ അതിൽ മരിച്ചുപോയി, ഒരാൾ ഇന്ത്യക്ക് വെളിയിലായിരുന്നു, ഒരാൾ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റിലായിരുന്നു, 2 പേര് ഹെൽത്ത് പോരായിരുന്നു. അങ്ങനെ അൾട്ടിമേറ്റ്ലി എല്ലാ ഭാരവും ഡോക്ടർ അംബേദ്കറുടെ ചുമതലയിലാണ് വന്നത്. അദ്ദേഹം ഓരോ കാര്യങ്ങൾക്കും അമെൻമെൻറ്റ് വരുമ്പോൾ ഓരോ പ്രൊവിഷനും 2000-ൽ കൂടുതൽ അമെൻമെൻ്റ് ഒക്കെ വന്നതാണ്. അതിനെല്ലാം മറുപടി പറഞ്ഞു. അപ്പം ഭരണഘടനാ നിർമ്മാണ സഭയിലെ എല്ലാവരും ട്രസ്റ്റ് ചെയ്തിരുന്ന ഒരു അവസാന വാക്കെന്ന് പറയാം ഡോക്ടർ അംബേദ്കർ. അദ്ദേഹം എന്തെങ്കിലും ഇതിനെപ്പറ്റി പറയട്ടെന്നാണ് ഈ മെമ്പർ പറയുന്നത്, മിസ്റ്റർ ഹുസൈൻ ഇമാം.
ഡോക്ടർ അംബേദ്കർ ഇടപെടുന്നതിന് മുമ്പ് വേറെ 2 പേര് കൂടി പ്രസംഗിച്ചു. ഒന്ന് ശ്രീ കെ എം മുൻഷി. അദ്ദേഹം പറഞ്ഞത്, ദ ഹൗസ് ഹാസ് ഓൾറെഡി അക്സെപ്റ്റഡ് ദ പ്രിൻസിപ്പിൾ ദാറ്റ് ഇഫ് എ റിലീജിയസ് പ്രാക്ടീസ് ഫോളോഡ് സോ ഫാർ കവേഴ്സ് എ സെക്യുലർ ആക്ടിവിറ്റി ഓർ ഫോൾസ് വിത്തിൻ ദ ഫീൽഡ് ഓഫ് സോഷ്യൽ റിഫോം ഓർ സോഷ്യൽ വെൽഫെയർ, it would be open to parliament to make laws about it without infringing the fundamental right of a minority. അതായത് ഒരു സെക്കുലർ ആസ്പെക്റ്റ് ലൈഫിലുണ്ടെങ്കിൽ അത് റിലീജിയസ് ഫ്രീഡത്തിൻ്റെ പരിധിയിൽ വരില്ല എന്ന് ഈ സഭയിൽ ഓൾറെഡി അത് തീരുമാനമായതാണല്ലോ എന്നാണ് ശ്രീ കെ എം മുൻഷി പറയുന്നത്. അതിനുശേഷം അദ്ദേഹം അലാവുദ്ദീൻ ഖിൽജി എന്ന് പറയുന്ന ഭരണാധികാരിയുടെ ഉദാഹരണമൊക്കെ നിരത്തുന്നുണ്ട്. അലാവുദ്ദീൻ ഖിൽജി പേഴ്സണൽ ലോ അനുസരിച്ചല്ല ഭരണം നടത്തിയതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനുശേഷം വളരെ പ്രമുഖനായിട്ടുള്ള ഒരു മെമ്പർ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, അദ്ദേഹം പറയുന്നുണ്ട്, ഈ യൂണിഫോം സിവിൽ കോഡിനെ സപ്പോർട്ട് ചെയ്ത് അമെൻമെൻറ്റിനെ ഒപ്പോസ് ചെയ്ത് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, മുസ്ലിംസ് ഡിഡ് നോട്ട് റിവോൾട്ട് അഗൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഫോർ ഇൻട്രൊഡ്യൂസിങ് എ സിംഗിൾ സിസ്റ്റം ഓഫ് ക്രിമിനൽ ലോ. ഇവിടെ ഒരു യൂണിഫോം ക്രിമിനൽ ലോ ഉണ്ട്. സിമിലർലി വി ഹാവ് ദ ലോസ് ഓഫ് കോൺട്രാക്ട്സ് ഗവർണിംഗ് ട്രാൻസാക്ഷൻസ് ബിറ്റ്വീൻ മുസ്ലിംസ് ആൻഡ് ഹിന്ദുസ്, ബിറ്റ്വീൻ മുസ്ലിംസ് ആൻഡ് മുസ്ലിംസ്. They are governed not by the law of Quran but by Anglo-Indian jurisprudence. Today, even without Article 35, there is nothing to prevent the future Parliament of India from passing such laws. Therefore, the idea is to have a uniform civil code. അദ്ദേഹം പറയുന്നത്, ഈ യൂണിഫോം ആയിട്ടുള്ള ക്രിമിനൽ ലോ ഉണ്ട്, വേറെ പല നിയമങ്ങളും എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്. ഹിന്ദുസും മുസ്ലിംസും തമ്മിലൊരു കോൺട്രാക്റ്റ് ഉണ്ടാകുകയാണെങ്കിൽ അത് ഇസ്ലാമിക് നിയമം അനുസരിച്ചല്ലല്ലോ പോകുന്നത്. അങ്ങനെ അപ്പോൾ ഫ്യൂച്ചർ പാർലമെൻറ്റിന് ഇതുപോലെ ഒരു നിയമം പാസ്സാക്കണമെങ്കിൽ തടസ്സമൊന്നുമില്ല. അതുകൊണ്ട് ഒരു യൂണിഫോം സിവിൽ കോഡ് വേണം എന്നാണ് അദ്ദേഹം വാദിച്ചത്. അവസാനം ഡോക്ടർ അംബേദ്കർ ഇതിന് മറുപടി പറയുന്നുണ്ട്. ഞാൻ ഡോക്ടർ അംബേദ്കറുടെ പ്രഭാഷണം മുഴുവനായിട്ട് വായിക്കാൻ ശ്രമിക്കാം. കാരണം ഇത് നമ്മൾ വായിച്ചു കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി പറയണം. ഐ ആം അഫ്രൈഡ് I cannot accept the amendments which have been moved to this article. In dealing with this matter, I do not propose to touch in the merits of the question as to whether this country should have a civil code or it should not. That is a matter which I think has been dealt with sufficiently for the occasion by my friend Mr. Munshi as well as by Sri Alladi Krishnaswamy Iyer. ഈ അമെൻമെൻറ്റ്സ് എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഈ രാജ്യത്തിന് ഒരു യൂണിഫോം സിവിൽ കോഡ് വേണോ വേണ്ടയോ എന്നുള്ള ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അത് ഓൾറെഡി മുൻഷിയും അല്ലാടി കൃഷ്ണസ്വാമി അയ്യരും പറഞ്ഞു കഴിഞ്ഞു. മൈ ഫ്രണ്ട് മിസ്റ്റർ ഹുസൈൻ ഇമാം ഇൻ റേസിംഗ് ടു സപ്പോർട്ട് ദി അമെൻമെൻറ്റ്സ് ആസ്ക്ഡ് whether it was possible and desirable to have a uniform code of laws for a country so vast as this is. Now, I must confess that I was very much surprised at that statement, for the simple reason that we have in this country a uniform code of laws covering almost every aspect of human relationship. We have a uniform and complete criminal code operating throughout the country, which is contained in the penal code and the criminal procedure code. We have the law of transfer of property, which deals with property relations and which is operative throughout the country. Then there are the Negotiable Instruments Act, and I can cite innumerable enactments which would prove that this country has practically a civil code uniform in its content and applicable to the whole of the country. The only province the civil laws has not been able to invade so far is marriage and succession. It is this little corner which we have not been able to invade so far, and it is the intention of those who desire to have Article 35 as part of the Constitution to bring about that change. Therefore, the argument whether we should attempt such a thing seems to me somewhat misplaced, for the simple reason that we have, as a matter of fact, covered the whole lot of field which is covered by a uniform civil code in this country. It is therefore too late now to ask the question whether we could do it. As I say, we have already done it. അതായത് അദ്ദേഹം പറയുന്നത്, യൂണിഫോം സിവിൽ കോഡ് വേണോ എന്ന ചോദ്യം അപ്രസക്തമല്ലേ? നമുക്ക് ഓൾറെഡി ഓൾമോസ്റ്റ് എവറി ആസ്പെക്റ്റ്, ക്രിമിനൽ ലോയ്ക്കുണ്ട് യൂണിഫോം ആയിട്ടുള്ള നിയമം, സിവിൽ ലോയിലും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളിലും യൂണിഫോം ആയിട്ടുള്ള നിയമമുണ്ട്. മാരേജ്, സക്സഷൻ, അതായത്
സ്വത്ത് എങ്ങനെയാണ് ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്നത്, പിന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ. ഈ രണ്ട് വിഷയങ്ങളിൽ മാത്രമാണ് യൂണിഫോം ആയിട്ടുള്ള നിയമം ഇല്ലാത്തത്. അപ്പോൾ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ആ ആസ്പെക്റ്റ് കൂടെ ടച്ച് ചെയ്യുക എന്നേ അർത്ഥമുള്ളൂ. അപ്പോൾ അത് വേണോ എന്ന ചോദ്യം അപ്രസക്തമാണ്, കാരണം നമുക്ക് ഓൾറെഡി യൂണിഫോം ആയിട്ടുള്ള നിയമങ്ങൾ ഉണ്ട് എന്നാണ് ഡോക്ടർ അംബേദ്കർ പറയുന്നത്. അദ്ദേഹം ബാക്കി വായിക്കാം. Coming to the amendments, there are only two observations which I would like to make. My first observation would be to state that members who put forth these amendments say that Muslim personal law, so far as this country was concerned, was immutable and uniform through the whole of India. Now, I wish to challenge that statement. എനിക്ക് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്നാമതായിട്ട്, ഈ നിയമത്തെ എതിർത്തവർ പറഞ്ഞത് മുസ്ലിംസിന് ഒരു യൂണിഫോം നിയമം ഇല്ല എന്നാണ്. ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റിനെ ചാലഞ്ച് ചെയ്യുകയാണ്. I think most of my friends who have spoken on this amendment have quite forgotten that up to 1935, the Northwest Frontier Province was not subject to the Shariat law. It followed the Hindu law in the matter of succession and in other matters, so much so that it was in 1939 that the central legislature had to come into field and to abrogate the application of the Hindu law to the Muslims of the Northwest Frontier Province and to apply the Shariat law to them. That's not all. 1935 വരെ നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയറിൽ ഒരു ഇസ്ലാമിക് ലോ ഇല്ലായിരുന്നു, ഹിന്ദു ലോ ആയിരുന്നു അവിടെ അപ്ലൈ ചെയ്തിരുന്നത്. 1939 അത് മാറിയത്. മൈ ഓണറബിൾ ഫ്രണ്ട്സ് ഹാവ് ഫോർഗോട്ടൺ ദാറ്റ് apart from Northwest Frontier Province, up till 1937 in the rest of India, in various parts, such as the United Provinces, the Central Provinces and Bombay, the Muslims to a large extent were governed by the Hindu law in the matter of succession. ഹിന്ദു നിയമങ്ങൾ അനുസരിച്ചായിരുന്നു ബാക്കി ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ സക്സഷൻ സ്വത്ത് അവകാശം നിലനിന്നിരുന്നത്. ഇറ്റ് ഈസ് therefore no use making a categorical statement that the Muslim law has been an immutable law which they have been following from ancient times. That law as such was not applicable in certain parts and it has been made applicable 10 years ago. Therefore, if it was found necessary that for the purpose of evolving a single civil code applicable to all citizens irrespective of their religion, certain portions of the Hindu laws, not because they were contained in Hindu law, but because they were found to be the most suitable, were incorporated into the new civil code projected by Article 35. I am quite certain that it would not be open to any Muslim to say that the framers of the civil code had done great violence to the sentiments of the Muslim community. ഭരണത്തിൻ്റെ സൗകര്യാർത്ഥം ഏതെങ്കിലും ഹിന്ദു നിയമത്തിൽ പോലും ഉള്ള ചില കാര്യങ്ങൾ ഈ സിവിൽ കോഡിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിം സെൻറ്റിമെൻറ്റിനെ ഹർട്ട് ചെയ്തു എന്നൊരു മെമ്പർക്ക് വാദിക്കാൻ കഴിയില്ലെന്നാണ് ഡോക്ടർ അംബേദ്കർ പറയുന്നത്. അതിനുശേഷം അദ്ദേഹം പറയുന്നത്, മൈ സെക്കൻഡ് ഒബ്സർവേഷൻ ഈസ് ടു ഗിവ് ദം ആൻ അഷ്വറൻസ്. ഞാൻ രണ്ടാമത് പറയുന്നത് ഈ അമെൻമെൻറ്റ് പ്രപ്പോസ് ചെയ്തവർക്ക് ഒരു അഷ്വറൻസ് കൊടുക്കുകയാണ്. അതെന്താണ്? ഐ ക്വൈറ്റ് റിയലൈസ് ദെയർ ഫീലിംഗ്സ് ഇൻ ദ മാറ്റർ, ബട്ട് ഐ തിങ്ക് ദേ ഹാവ് read rather too much into Article 35, which merely proposes that the state shall endeavor to secure a civil code for the citizens of the country. It does not say that after the code is framed, the state shall enforce it upon all citizens merely because they are citizens. It is perfectly possible that the future parliament may make a provision by way of making a beginning that the court shall apply only to those who make a declaration that they are prepared to be bound by it, so that in the initial stage of the application of the code may be purely voluntary. ഒരു നിയമം പാസ്സായി കഴിഞ്ഞാൽ ഉടനെ ഇതെല്ലാവരും ഫോളോ ചെയ്തോണം എന്ന് പാർലമെൻറ്റ് പറയണം എന്ന് നിർബന്ധമില്ല. അത് വേണമെങ്കിൽ ഇനിഷ്യലി വോളണ്ടറി ആക്കാം. നിങ്ങൾക്ക് ഇത് സിവിൽ കോഡ്, യൂണിഫോം സിവിൽ കോഡ് ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവർ അതിൻ്റെ കീഴിൽ വരും എന്ന് പാർലമെൻറ്റ് പ്രിസ്ക്രൈബ് ചെയ്യാം. കാരണം ഇനിഷ്യൽ ഇയേഴ്സിൽ അത് വോളണ്ടറി ആയിരിക്കും. രണ്ടാമത്, പാർലമെൻറ്റ് മേ ഫീൽ ദ ഗ്രൗണ്ട് ബൈ സം സച്ച് മെത്തേഡ്. This is not a novel method. It was adopted in the Shariat Act of 1937 when it was applied to territories other than Northwest Frontier Province. The law said that here is Shariat law, which should be applied to Muslims who wanted that he should be bound by the Shariat Act and should go to an offer of the state, make a declaration that he is willing to be bound by it.
And after he has made that declaration, the law will bind him and his successors. It would be perfectly possible for Parliament to introduce a provision of that sort, so that the fear which my friends have expressed here will be altogether nullified. I therefore submit that there is no substance in these amendments and I oppose them. അപ്പോൾ ഡോക്ടർ അംബേദ്കർ പറയുന്നത് ശരിയത്ത് ആക്ട് നടപ്പാക്കിയത് ഇങ്ങനെയാണല്ലോ, വോളണ്ടറി ആയിട്ട് ആദ്യം നിങ്ങൾക്ക് അതിനകത്ത് വരണം എന്ന് പറയുന്നവർ സെലക്ട് ചെയ്യാം. അതുപോലെ വരാൻ മേലാകില്ല. പാർലമെൻറ്റിന്, ഫ്യൂച്ചർ പാർലമെൻറ്റിന് തീർച്ചയായിട്ടും യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവന്നിട്ട് പറയാം വോളണ്ടറി ആയിട്ട് നിങ്ങൾ വരിക എന്ന് പറയാം. അതുകൊണ്ട് പാർലമെൻറ്റിന് ഒരു നിയമം പാസ്സാക്കാൻ അധികാരം നൽകിയതുകൊണ്ട് എല്ലാവരും ഇതുകൊണ്ട് ബൗണ്ട് ആകണം എന്ന അർത്ഥമില്ല. അതുകൊണ്ട് ഞാൻ ഈ അമെൻമെൻറ്റ് ഒപ്പോസ് ചെയ്യുന്നു എന്നാണ് ഡോക്ടർ അംബേദ്കർ പറഞ്ഞത്. ആ മോഷൻ ഫോർ അഡോപ്ഷൻ ഓഫ് പ്രൊവൈസോ ടു ആർട്ടിക്കിൾ 35 were defeated and the motion that Article 35 stand part of the Constitution was adopted. ഇങ്ങനെയാണ് ഈ ആർട്ടിക്കിൾ 35 ഇന്ത്യൻ ഭരണഘടനയിൽ ചേർക്കപ്പെട്ടത്. അതിൻ്റെ അമെൻമെൻറ്റിനുള്ള പ്രപ്പോസലെല്ലാം ഡിഫീറ്റ് ചെയ്യപ്പെട്ടു. ആർട്ടിക്കിൾ 35 ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാകണം എന്നുള്ള പ്രപ്പോസൽ വിജയിച്ചു. അത് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി. ഇപ്പോൾ അത് പ്രസൻ്റ്ലി അത് ആർട്ടിക്കിൾ 44 ഇനി ഞാൻ ഒരു ഭാഗം കൂടി വായിക്കാം. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ 2 ഡിസംബർ 1948 വീണ്ടും ഈ പേഴ്സണൽ ലോയെ പറ്റി ഒരു ചർച്ച നടന്നു. അപ്പോൾ ഡോക്ടർ അംബേദ്കർ വീണ്ടും അത് അഡ്രസ്സ് ചെയ്ത് പറയുന്നുണ്ട്. അതുകൂടി നമുക്ക് വായിക്കാം. അത് കഴിയുമ്പോൾ അത് കംപ്ലീറ്റ് ആവും. അത് അദ്ദേഹം പറയുന്നു, ഞാൻ അതേപടി വായിക്കാം. ഓണറബിൾ ഡോക്ടർ B.R. Ambedkar, coming to the question of saving personal law, I think this matter was very completely and very sufficiently discussed and debated at the time when we discussed one of the directive principles of this constitution, which enjoins the state to seek or to strive to bring about a uniform civil code, and I do not think it is necessary to make any further reference to it. But I should like to say that if such a saving clause was introduced into the constitution, it would disable the legislature in India from enacting any social measure whatsoever. അതായത് പേഴ്സണൽ ലോ എന്ന് പറയുന്നത് മതത്തിൽ എന്താണ് അനുശാസിക്കുന്നത് അതാണ് പേഴ്സണൽ ലോ. അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് എതിർത്തിട്ട് ഡോക്ടർ അംബേദ്കർ പറയുന്നത് ഇതിനെപ്പറ്റി ഓൾറെഡി ഒരു ഡിസ്കഷൻ നടന്നു യൂണിഫോം സിവിൽ കോഡിൻ്റെ സമയത്ത്. അതുകൊണ്ട് ഞാനത് വീണ്ടും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ പേഴ്സണൽ ലോ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സോഷ്യൽ വെൽഫെയർ ആയിട്ടുള്ള പല മെഷേഴ്സും നടപ്പാക്കാൻ പറ്റാതെ വരും എന്നാണ് ഡോക്ടർ അംബേദ്കർ പറയുന്നത്. അതിൻ്റെ ബാക്കി അദ്ദേഹം പറയുന്നത്, the religious conceptions in this country are so vast that they cover every aspect of life from birth to death. There is nothing which is not religion, and if personal law is to be saved, I am sure about it that in social matters we will come to a standstill. I do not think it is possible to accept a position of that sort. There is nothing extraordinary in saying that we ought to strive hereafter to limit the definition of religion in such a manner that we shall not extend beyond beliefs and such rituals as may be connected with ceremonials which are essentially religious. It is not necessary that the sorts of laws, for instance, laws relating to tenancy or laws relating to succession, should be governed by religion. അതായത് റിലിജിയൻ, മതം എന്നുള്ള വാക്കിന് അതിൻ്റെ മതസ്വാതന്ത്ര്യം എന്നുള്ള അർത്ഥം പ്യുവർലി റിലീജിയസ് ആയിട്ടുള്ള സെറിമോണിയൽ ആയിട്ടുള്ള വിശ്വാസങ്ങൾ, അവനവൻ്റെ വിശ്വാസ പ്രമാണങ്ങൾ, പ്രാർത്ഥനയുടെ രീതി, ഏത് രീതിയിലാണ് ആ വിശ്വാസങ്ങൾ കൊണ്ട് നടക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കണം റിലീജിയൻ്റെ ഡെഫിനിഷൻ കൊണ്ടുവരേണ്ടത്. അല്ലാതെ പ്രോപ്പർട്ടി എങ്ങനെ ഇൻഹെറിറ്റ് ചെയ്യണം, പ്യുവർലി സിവിലായിട്ടുള്ള കാര്യങ്ങൾ, ടെനൻസി ലോ, അങ്ങനെയുള്ള കാര്യങ്ങൾ റിലീജിയൻ എന്താണ് പറയുന്നത് എന്ന രീതിയിൽ നടപ്പാക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു സോഷ്യൽ റിഫോം ഇവിടെ കൊണ്ടുവരാൻ കഴിയില്ല എന്നാണ് ഡോക്ടർ അംബേദ്കർ പറയുന്നത്. അടുത്ത ലൈൻ, ഇൻ യൂറോപ്പ് ദർ ഈസ് ക്രിസ്ത്യാനിറ്റി, but Christianity does not mean that Christians all over the world or in any part of Europe where they live shall have a uniform system of law of inheritance. യൂറോപ്പിൽ ക്രിസ്ത്യാനിറ്റി ഉണ്ട്, പക്ഷേ ക്രിസ്തു മതവിശ്വാസം അനുസരിച്ചല്ല പാർട്ടീഷൻ നടക്കേണ്ടത്. യൂറോപ്പിൽ എല്ലായിടത്തും അങ്ങനെയല്ല. നോ സച്ച് തിങ് എക്സിസ്റ്റ്, അങ്ങനെ ഒരു കാര്യമില്ല. ഐ പേഴ്സണലി ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് വൈ
religion should be given this vast expansive jurisdiction so as to cover the whole of life and to prevent the legislature from encroaching upon that field. എന്തിനാണ് മതത്തിന് അങ്ങനെ വലിയൊരു ഇൻ്റർപ്രിട്ടേഷൻ കൊടുത്തിട്ട് സ്റ്റേറ്റിന്, സെക്കുലർ സ്റ്റേറ്റിന് ഇടപെടാൻ കഴിയാത്ത രീതിയിൽ പൗര നിയമങ്ങളെല്ലാം മതം പറയുന്നതനുസരിച്ച് പോകട്ടെ എന്ന് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് ഡോക്ടർ അംബേദ്കർ പറയുകയാണ്. അടുത്തത്, ഹാവിങ് സെഡ് ദാറ്റ്, I should also like to point out that all that the state is claiming in this matter is a power to legislate. There is no obligation upon the state to do away with personal laws. It is only giving a power. Therefore, no one need to be apprehensive of the fact that if the state has the power, the state will immediately proceed to execute or enforce that power in a manner that may be found to be objectionable by the Muslims or by the Christians or by any other community in India. We must all remember, including members of Muslim community who have spoken on this subject, though one can appreciate their feelings very well, that sovereignty is always limited, no matter even if you assert that it is unlimited, because sovereignty in the exercise of that power must reconcile itself to the sentiments of different communities. No government can exercise its power in such a manner as to provoke the Muslim community to rise in rebellion. I think it would be a mad government if it did so, but that is a matter which relates to the exercise of the power and not to the power itself. അതായത് ഒരു ഗവൺമെൻറ് ഒരു കമ്മ്യൂണിറ്റി പിണക്കിക്കൊണ്ടല്ല നിയമങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്, പവർ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. എല്ലാവരുടെയും ഫീലിങ്സ് കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കണം നിയമം ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഡോക്ടർ അംബേദ്കർ പറയുന്നത് സോഷ്യൽ റിഫോം ആവശ്യമാണ്. എന്തായിരിക്കണം മതത്തിൻ്റെ ഒരു ലിമിറ്റേഷൻ? മതങ്ങൾ അവരുടെ വിശ്വാസമായിരിക്കണം. വിശ്വാസ പ്രമാണങ്ങൾ ഓരോ വ്യക്തികൾക്കുമുള്ള സ്വാതന്ത്ര്യമാണ് ഇൻഷുർ ചെയ്തിരിക്കുന്നത് ഭരണഘടനയിൽ. അതിൻ്റെ അർത്ഥം സ്റ്റേറ്റ് സെക്കുലർ ആയിട്ടുള്ള കാര്യങ്ങളിൽ സ്റ്റേറ്റ് ഇടപെടരുതെന്നല്ല. അങ്ങനെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളൊരു സ്റ്റാൻഡ് സ്റ്റിൽ, നമ്മളവിടെ നിന്നു പോകും, ഒരു റിഫോമും പോസിബിൾ ആകില്ല എന്നാണ് ഡോക്ടർ അംബേദ്കർ പറഞ്ഞത്. യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ്. നേരത്തെ ആദ്യമേ പറഞ്ഞതുപോലെ കോടതിയിൽ കേസുകൾ വരുമ്പോൾ 2-3 പ്രാവശ്യം ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് തന്നെ യൂണിഫോം സിവിൽ കോഡിൻ്റെ ആവശ്യകതയെപ്പറ്റി പറയുകയുണ്ടായി. വളരെ ഫേമസ് ആയിട്ടുള്ള ഷാബാനു ബീഗം എന്ന് പറയുന്ന കേസിൽ ഒരു മുസ്ലിം വുമണിന്, മുസ്ലിം സ്ത്രീക്ക് അവരുടെ ഭർത്താവിൽ നിന്ന് മെയിൻ്റനൻസ് കൊടുക്കണമെന്നായിരുന്നു സുപ്രീം കോടതിയുടെ വിധി. പേഴ്സണൽ ലോ അല്ല, ഇന്ത്യയിലെ നിയമം എല്ലാവർക്കും ബാധകമാണെന്ന് പറഞ്ഞു സുപ്രീം കോടതി. പിന്നീട് സരള മുഡ്ഗൾ എന്ന് പറയുന്നൊരു കേസിൽ ഇതുപോലെ തന്നെ വന്നു. പിന്നെ അവസാനം ട്രിപ്പിൾ തലാഖിൻ്റെ ഇഷ്യൂ വന്നു. ഷൈറ ബാനു കേസിലും ഈ ഇഷ്യൂ ഒക്കെ ഡിസ്കസ് ചെയ്യപ്പെട്ടു. അപ്പോൾ നമ്മൾ യൂണിഫോം സിവിൽ കോഡ് എങ്ങനെയാണ് ഭരണഘടനയുടെ ഭാഗമായത്, ഡോക്ടർ അംബേദ്കർ എന്താണ് അന്ന് കൺസേൺ എക്സ്പ്രസ് ചെയ്ത മെമ്പേഴ്സിന് അടുത്ത് പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഞാൻ ഈ പ്രഭാഷണം ഇവിടെ നിർത്തുന്നു. താങ്ക് യു.